ഞാൻ മാഷ് ക്ലാസ്സിൽ വന്നിക്ക് വിചാരിച്ചിട്ട് ഒരാൾക്ക് വെള്ളവും കുടിക്കാണ്ട് ഓടിയതാ. അതെന്താ മോളെ ഇന്ന് വൈകിപ്പോയത്? അതൊന്നും പറയണ്ട മോളോ, അങ്ങേക്ക് ഇങ്ങനെന്റെ മോള് ഞാൻ ഇറങ്ങാൻ നേരാ അപ്പിട്ട് അപ്പോഴത്തേക്ക് അത് അമ്മാമ കേൾക്കണോ എന്നും പറഞ്ഞുള്ള വാശി പിടിച്ച അത് എല്ലാം കൂടി കഴിയുമ്പോഴത്തേക്ക് നേരം വൈകിപ്പോയി. മോളെ ഒരു പേജ് പരിപാടി ഞാൻ നോട്ട് എടുക്കാൻ മറന്നു. മൂസൊക്കെ ചോദിച്ചാൽ പേജല്ലേ തരൂ, ഞാൻ നോട്ട് തന്നെ തരൂലേ? ദേവിയെ മൂസാക്കൊക്കെ എന്നോട് എന്തോ ലവ് ഉണ്ടെന്ന് തോന്നുന്നു. ഞാനൊന്ന് കണ്ടോളെ, എന്നിട്ടാണോ ലവ് ജിഹാദാണ് വെറുതെ മനുഷ്യന്മാരെ കൊണ്ട് പറയിപ്പിക്കേ. സുരേഷേ, നീ നാളെ വരുമ്പോ എന്റെ ബ്ലൗസ് ഒന്ന് ചെറുതായി കൊണ്ടു തരണേ. നിന്ന് തിന്നാനുള്ള സമയമില്ല. എൻ്റെ വീടിന് മുന്നിലെ ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവമാണ്, ഒരുപാട് ബ്ലൗസ് അടിക്കാനുണ്ട്. എങ്ങി പോടോ, എന്റെ വീടിന്റെ അടുത്ത് അമ്പലത്തിലെ ഭഗവതിക്ക് ഞാൻ നല്ല ബ്ലൗസ് അടിക്കുന്നത്. ഗുഡ് മോർണിംഗ്. ഇപ്പൊ നീട്ടം വേണ്ടട്ടോ സാറിനെ ഇത്തിരി നീളമുള്ളതിനെ കൊണ്ട് ഞാനങ്ങ് നീട്ടി പറഞ്ഞതാ. അങ്ങനെ ഇന്നെല്ലാരും ഭയങ്കര സന്തോഷത്തിലാണല്ലോ. നാരായണ ചേച്ചി നല്ല പച്ച സാരിയും പച്ച ബ്ലൗസൊക്കെ ഇട്ടിട്ട് ഭയങ്കര സുന്ദരിയായിട്ടാണല്ലോ വന്നേ. അല്ലെങ്കിലും ആരും എന്തിട്ടാലും സുന്ദരിയല്ലേ സാറേ? നിങ്ങൾക്കൊക്കെ ഒരു സന്തോഷ വാർത്ത ഉണ്ട്. നമ്മുടെ സാക്ഷരതാ ക്ലാസ്സിന്റെ കലോത്സവം വരികയാണ്. അപ്പൊ നിങ്ങൾക്ക് ഓരോരുത്തർക്ക് എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ അത് അവിടെ തെളിയിക്കാം. മാഷേ, എന്നാ എനിക്കൊരു കഥ പറയാനുണ്ട്. ആ, മൂസൊക്കെ കഥയൊക്കെ പറയോ? എന്ത് കഥ മൂസൊക്കെ പറയാൻ പോന്നേ? എനിക്ക് 2 താറാവുകളെ കഥയാ മാഷേ പറയാനുള്ളത്. ഒന്ന് നല്ലൊരു താറാവും, ഒന്ന് ഒതിയാർക്കല്ലാത്തൊരു താറാവും. ഈ ഒതിയാർക്കല്ലാത്ത താറാവ് എന്ന് പറഞ്ഞാൽ നാട്ടറാൻ പറഞ്ഞ താറാവും. മുസാക്ക, ഈ ഒതിയാർക്കല്ലാത്ത കഥയായിട്ട് നമ്മൾ ആടെ പോയിക്കുണ്ടെങ്കിൽ ആടെ ഉള്ളവരൊക്കെ നമ്മളൊന്ന് ഒതിയാർക്കം പഠിപ്പിക്കൂ. തൽക്കാലങ്ങൾ ആടെ ഇരിക്കും. ആ മാഷേ, എനിക്കൊരു പാട്ട് കേടാനുണ്ട്. പാട്ട് അങ്ങോട്ട് പാട്. വെളുക്കുമ്പം കുളിക്കുവാൻ പോകുന്ന വഴിവക്കിൽ വേലിക്കൽ നിന്നവനെ കൊച്ചു കിളിച്ചുണ്ടൻ മാമ്പഴം കടിച്ചും കൊണ്ടെന്നോട് കിന്നാരം പറഞ്ഞവനെ. ദേവിച്ച് അവിടെ ഇരുന്നോ. നിങ്ങൾ ഈ പ്രായത്തിലോ നിങ്ങളെ ബാധ്യതകളൊക്കെ മാറ്റി വെച്ച് വിദ്യാഭ്യാസത്തിന്റെ മൂല്യം അറിഞ്ഞിട്ട് നിങ്ങളിവിടെ പഠിക്കാൻ വന്നില്ലേ, അത് പല ആൾക്കാർക്കും അതൊരു പ്രചോദനം. നിങ്ങൾക്ക് ഇനിയും ഒരുപാട് നേടാനുണ്ട്. പ്രായം എന്ന് പറയുന്നത് അതൊരു ഒതുങ്ങിക്കൂടാനുള്ള സംഭവമല്ല. അത് മാഷ് പറഞ്ഞത് 100% ശരിയാ. ആ സന്തോഷത്തിൽ നമുക്കൊരു സെൽഫി എടുത്താലോ? അതിനെന്താ, എല്ലാരും വാ. ചാരു മോളെ, നീ എൻ്റെ അടുത്ത് നിൽക്കണേ കേട്ടോ, നമുക്ക് ഒരുമിച്ച് ഫോട്ടോ എടുക്കണം.